അങ്ങനെ ഇപ്പോൾ ആസ്ഗാർഡിൻ്റെ പുറത്തേക്ക് വീണ് കിടക്കുന്ന ബീറ്റാ റേ ബില്ലിൻ്റെ അടുത്തേക്ക് നമ്മുടെ ഡോക്ടർ ബ്ലേക്ക് വരികയാണ്. ഇപ്പോൾ ഡോക്ടർ ബ്ലേക്കിനെ കണ്ടതും വീണ് കിടക്കുന്ന ബീറ്റാ റേ ബില്ലിന് ഒരുപാട് ആശ്വാസവും സന്തോഷവും തോന്നുകയാണ്. പക്ഷേ ഇപ്പോൾ ഡോക്ടർ ബ്ലേക്കിന് തോറായി മാറണമെങ്കിൽ ബീറ്റാ റേ ബില്ലിൻ്റെ കയ്യിൽ നിന്നും താഴെ വീണ് കിടക്കുന്ന മിയോളിനറിൽ തൊടണം. പക്ഷേ അവിടെ സൂപ്പർ സ്കള്ള് നിൽക്കുന്നത് കൊണ്ട് മിയോളിനറിൽ തൊടുവാൻ എളുപ്പമല്ല. പക്ഷേ ഇപ്പോൾ ഡോക്ടർ ബ്ലേക്കിൻ്റെ അവസ്ഥ മനസ്സിൽ കണ്ട് ഡോക്ടർ ബ്ലേക്കിനെ സഹായിക്കുവാനായി തോറിൻ്റെ ചങ്ങാതിയായ വോൾസ്റ്റാഗ് അവിടെ വന്ന് സൂപ്പർ സ്കള്ളിനെ അറ്റാക്ക് ചെയ്യുകയാണ്. അപ്പോൾ തന്നെ ആ തക്കത്തിന് ഡോക്ടർ ബ്ലേക്ക് മിയോളിനറിൽ പിടിച്ച് നമ്മുടെ തോറായി മാറുകയാണ്. എന്നിട്ട് ഉടനെ തന്നെ തോർ നേരെ സൂപ്പർ സ്കള്ളിനെ അറ്റാക്ക് ചെയ്യുന്നു. സൂപ്പർ സ്കള്ള് തോറിനെ അടിച്ചു വീഴ്ത്തുവാൻ തന്നെ കൊണ്ടാവുന്ന വിധം നോക്കുന്നുണ്ടെങ്കിലും സൂപ്പർ സ്കള്ളിൻ്റെ ഒരു അറ്റാക്ക് പോലും തോറിനെ വീഴ്ത്തുന്നില്ല. തോറിൻ്റെ ഓരോ അടിയും സൂപ്പർ സ്കള്ളിനെ വേദനിപ്പിക്കുകയാണ്. തോറിൻ്റെ ആസ്ഗാർഡിയൻ കൂട്ടുകാരും സൂപ്പർ സ്കള്ളിനോട് ഫൈറ്റ് ചെയ്യുവാൻ അവിടെ വരുന്നുണ്ട്. അങ്ങനെ ഇപ്പോൾ തോറിൻ്റെ അറ്റാക്കേറ്റ് വളരെയധികം വേദനയേറ്റ് നിൽക്കുന്ന സൂപ്പർ സ്കള്ള് തൻ്റെ രണ്ട് കൈകളിലുമുള്ള രണ്ടായി വേർതിരിച്ച സ്ട്രോം ബ്രേക്കർ പഴയതുപോലെ ഒന്നിപ്പിച്ച് അത് മുകളിലേക്ക് വലിച്ചെറിയുകയാണ്. അത് കണ്ടതും സൂപ്പർ സ്കള്ളിൻ്റെ ലക്ഷ്യം എന്താണെന്ന് തോറിന് മനസ്സിലാകുന്നു. അതെന്തിനാണെന്ന് വെച്ചാൽ ആസ്ഗാർഡിൻ്റെ അടുത്തുള്ള ബ്രോക്ക്സ്റ്റോൺ എന്ന സിറ്റിയെ നശിപ്പിക്കുവാൻ വേണ്ടിയാണ് സൂപ്പർ സ്കൾ സ്ട്രോം ബ്രേക്കർ മുകളിലേക്ക് വലിച്ചെറിഞ്ഞത്. സ്ട്രോം ബ്രേക്കർ എങ്ങാനും ബ്രോക്ക്സ്റ്റോൺ സിറ്റിയിൽ ചെന്ന് വീണാൽ ആ ടൗൺ മുഴുവൻ ഇല്ലാതെയാകും. മാത്രമല്ല ബ്രോക്ക്സ്റ്റോൺ സിറ്റിയിൽ നിന്ന് മാറി ക്യാമ്പിൽ നിൽക്കുന്ന ആളുകളും ചിലപ്പോൾ ഇല്ലാതെയാകും. അതുകൊണ്ട് തന്നെ ബ്രോക്ക്സ്റ്റോൺ സിറ്റിയെ രക്ഷിക്കുവാൻ തോർ തീരുമാനിക്കുകയാണ്. അതിനായി തോർ വേഗം ബ്രോക്ക്സ്റ്റോൺ സിറ്റിയുടെ മുകളിൽ ചെന്ന് നിന്നിട്ട് ബ്രോക്ക്സ്റ്റോൺ സിറ്റിയുടെ മേളിലേക്ക് വന്ന് വീഴാൻ പോകുന്ന സ്ട്രോം ബ്രേക്കറിനെ തൻ്റെ ശരീരം ഉപയോഗിച്ച് തോർ തടഞ്ഞതും അപ്പോൾ തന്നെ ആകാശത്ത് വലിയൊരു പൊട്ടിത്തെറി ഉണ്ടാകുന്നു. അത് കണ്ടതും തോർ മരിച്ചുപോയെന്നോർത്ത് സൂപ്പർ സ്കള്ള് സന്തോഷിക്കുകയാണ്. പക്ഷേ ആ സന്തോഷം അധികം നേരം നിൽക്കുന്നില്ല. കാരണം ഇപ്പോൾ ആരോ ഒരാൾ സൂപ്പർ സ്കള്ളിനെ അടിച്ചു തെറിപ്പിക്കുകയാണ്. അത് മറ്റാരുമല്ല, നമ്മുടെ സ്വന്തം തോറാണ്. ഇപ്പോൾ തോർ ഒരു കയ്യിൽ മിയോളിനറും മറ്റേ കയ്യിൽ സ്ട്രോം ബ്രേക്കറും പിടിച്ച് അവിടെ വന്നിരിക്കുകയാണ്. മാത്രമല്ല തൻ്റെ കയ്യിലിരിക്കുന്ന സ്ട്രോം ബ്രേക്കർ വയ്യാതെ വീണ് കിടക്കുന്ന ബീറ്റാ റേ ബില്ലിന് തോർ കൊടുത്തതും അപ്പോൾ തന്നെ വയ്യാതെ കിടക്കുന്ന ബീറ്റാ റേ ബിൽ പഴയതുപോലെ പവർഫുള്ളായി മാറുകയാണ്. അങ്ങനെ ഇപ്പോൾ ബീറ്റാ റേ ബില്ലും തോറും സൂപ്പർ സ്കള്ളിനെ അറ്റാക്ക് ചെയ്യുവാനായി സൂപ്പർ സ്കള്ളിൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. തോറിൻ്റെ അറ്റാക്കേറ്റ് നേരത്തെ തെറിച്ചുപോയ സൂപ്പർ സ്കൾ ചെന്ന് വീണത് നിലത്തു നിന്നും പൊങ്ങി നിൽക്കുന്ന ആസ്ഗാർഡിൻ്റെ താഴെയാണ്. അപ്പോൾ തന്നെ തോറും ബീറ്റാ റേ ബില്ലും സൂപ്പർ സ്കള്ളിൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. എന്ന് വെച്ചാൽ തോറിൻ്റെയും ബീറ്റാ റേ ബില്ലിൻ്റെയും സൂപ്പർ സ്കള്ളിൻ്റെയും തലയ്ക്ക് മുകളിൽ നിൽക്കുന്നത് പടുകൂറ്റൻ ആസ്ഗാർഡാണ്. അത്രയും വലിയ ആസ്ഗാർഡിൻ്റെ താഴെയാണ് ഇപ്പോൾ അവർ മൂന്ന് പേരും നിൽക്കുന്നത്. അങ്ങനെ ഇപ്പോൾ തോറ് നമുക്കെല്ലാം അവസാനിപ്പിക്കാമെന്ന് സൂപ്പർ സ്കള്ളിനോട് പറഞ്ഞിട്ട് നീ റെഡിയല്ലേ എന്ന് ബീറ്റാ റേ ബില്ലിനോട് ചോദിച്ചതും താൻ റെഡിയാണെന്ന് ബീറ്റാ റേ ബില്ല് പറയുകയാണ്. അപ്പോൾ തന്നെ തോറ് തൻ്റെ പവർ ഉപയോഗിച്ച് തൻ്റെ തലയ്ക്ക് മുകളിൽ നിൽക്കുന്ന ആസ്ഗാർഡിനോട് നിലത്തേക്ക് പതിക്കുവാൻ തോർ പറഞ്ഞതും അപ്പോൾ തന്നെ ആസ്ഗാർഡ് ഭൂമിയിലേക്ക് പതിക്കുകയാണ്. സൂപ്പർ സ്കള്ളിനെ ഇല്ലാതെയാക്കുവാൻ വേണ്ടിയാണ് തോർ അങ്ങനെ ചെയ്തത്. എന്നാൽ ഇപ്പോൾ ആസ്ഗാർഡ് സൂപ്പർ സ്കള്ളിൻ്റെ ദേഹത്ത് വീണതുപോലെ തോറിൻ്റെയും ബീറ്റാ റേ ബില്ലിൻ്റെയും ദേഹത്തും കൂടിയാണ് വീണിരിക്കുന്നത്. ഇപ്പോൾ അത് കണ്ട് പുറത്തു നിൽക്കുന്ന തോറിൻ്റെ കൂട്ടുകാരെല്ലാം ഞെട്ടിപ്പോവുകയാണ്. അങ്ങനെ ഞെട്ടി നിൽക്കുന്ന തോറിൻ്റെ കൂട്ടുകാർ വീണ്ടും എന്തോ കണ്ട് ഞെട്ടുകയാണ്. അതെന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നിലത്തേക്ക് പതിച്ച ആസ്ഗാർഡ് വീണ്ടും നിലത്തു നിന്നും പൊങ്ങുവാൻ തുടങ്ങുകയാണ്. പക്ഷെ അത് സ്വയം പൊങ്ങുന്നതല്ല, പകരം നമ്മുടെ തോറും ബീറ്റാ റേ ബില്ലും അവരുടെ പവർ ഉപയോഗിച്ച് ഉയർത്തുന്നതാണ്. ആസ്ഗാർഡ് ദേഹത്ത് വീണ സൂപ്പർ സ്കൾ അപ്പോൾ തന്നെ ഇല്ലാതെയായി പോയിരുന്നു. മാത്രമല്ല ബാക്കിയുള്ള സൂപ്പർ സ്കളിനെ ആസ്ഗാർഡിയൻസ് എല്ലാവരും തോൽപ്പിച്ച് ഇല്ലാതെയാക്കുകയും ചെയ്തു. അങ്ങനെ ഇപ്പോൾ പ്രശ്നങ്ങളെല്ലാം തീർന്നു കഴിഞ്ഞ് കുറച്ച് നേരത്തിന് ശേഷം ക്യാമ്പിലുള്ള ആളുകളെല്ലാം തോർ തിരിച്ച് ബ്രോക്ക്സ്റ്റോൺ സിറ്റിയിൽ കൊണ്ടുപോയി ആക്കുകയും ചെയ്തു. അങ്ങനെ ഇപ്പോൾ നമ്മുടെ തോറ് ഭൂമിയെ സ്ക്രൾസിൻ്റെ കയ്യിൽ നിന്നും രക്ഷിച്ചിരിക്കുകയാണ്. അങ്ങനെ ഈ കഥ ഇവിടെ അവസാനിക്കുന്നു.